മന്ത്രി വീണ ജോർജിൻ്റെ ഒരു നാടകം കൊണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകർ കുറച്ചൊന്ന് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ളൊരു അവസരം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ കണ്ണൂരിൽ ആരോഗ്യമന്ത്രിക്ക് നേരെയുണ്ടായ കരിങ്കൊടി പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ KSU ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി കേസ് ഉൾപ്പെടെ എടുത്ത സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് എന്ന് ഇതിനോടകം തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നലെ വരെ ബോധ്യപ്പെടാതിരുന്ന കേരളത്തിലെ ചില മാധ്യമങ്ങൾക്കെങ്കിലും ഇന്ന് ചില ക്യാപ്സ്യൂളുകൾ കൂടി പുറത്തിറങ്ങിയപ്പോൾ ഒന്നുകൂടി ആധികാരികമായി അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ വളരെ ഗൗരവകരമാണ്. ഒന്ന്, ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റു എന്ന് പറയുന്ന സംഭവവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന തന്നെയാണ്. ആ ഗൂഢാലോചനയ്ക്ക് യഥാർത്ഥത്തിൽ നേതൃത്വം കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ കൃത്യമായ ഉറവിടം എന്ന് പറയുന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയനാണ്. സ്പീക്കർ AN ഷംസീറിൻ്റെ സംയോജിതമായ ഇടപെടലിൽ ഒരു സുവർണ അവസരം വിനിയോഗിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കൃത്യമായി AN ഷംസീർ ഈ പറഞ്ഞ പ്രതിഷേധം കഴിഞ്ഞ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെത്തിയ മന്ത്രിയെ കണ്ട് അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞ സാഹചര്യത്തിൽ തന്നെ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുന്നു. AN ഷംസീർ ആരെയൊക്കെ ഫോണിൽ വിളിച്ചിട്ടുണ്ടോ അതാണ് ഈ ഗൂഢാലോചനയുടെ കണ്ണി. മുഖ്യമന്ത്രിയെ വിളിച്ച് ആരോഗ്യമന്ത്രി പറയുന്നതൊക്കെ കേട്ടാൽ നമ്മൾ തന്നെ തലയിൽ കൈവച്ചു പോകും. ഏതാണ്ട് ഒരു 5 മിനിറ്റ് മുമ്പ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആക്രോശിച്ചു പോയ മന്ത്രിയല്ല മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് മുമ്പ് അവർക്ക് മോണോ ആക്ടിൽ ഫസ്റ്റ് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു സംശയത്തിനിടയില്ലാത്ത വിധം വിശ്വസിക്കാൻ കഴിഞ്ഞത് ആ പെർഫോമൻസ് കണ്ടിട്ടാണ്. പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം തന്നെ ഇവിടെ KSU പ്രവർത്തകരെ ഉൾപ്പെടെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഈ സമരത്തെ ആകെ അങ്ങ് അവഹേളിച്ചുകൊണ്ട് CPM നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ നേതാക്കളും പറയുന്നത്, DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ SFIയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത്, അയ്യോ, ഒരു വനിതാ മന്ത്രിയോട്, സംസ്ഥാനത്തിന് ആരോഗ്യമന്ത്രിയോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ, ഇങ്ങനെ കയ്യേറ്റം ചെയ്യാൻ പാടുണ്ടോന്ന്. എന്തായാലും കയ്യേറ്റം ചെയ്തിട്ടില്ല എന്നും മന്ത്രിക്ക് പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം ഇതിനോടകം പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് വനിതാ മന്ത്രിയെ അപമാനിച്ചതും ഈ പറഞ്ഞ വില കുറഞ്ഞ നാടകത്തിന് ഉപയോഗപ്പെടുത്തിയതും ഈ പറഞ്ഞ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ല. മുഖ്യമന്ത്രിയുടെ വ്യക്തി താല്പര്യത്തിനു വേണ്ടി മൂന്നാമതും പിണറായി വിജയൻ അധികാരത്തിൽ വരാൻ, അതിനുവേണ്ടിയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ, തലശ്ശേരിയിലെ സീറ്റ് ഉറപ്പിക്കാൻ AN ഷംസീറും ഒക്കെ കൂടെ കൂട്ടുനിന്ന് ഈ തെമ്മാടിത്തരം കാണിക്കുമ്പോൾ അതിൻ്റെ വീണ ജോർജിനെ കിട്ടുമായിരിക്കും. എന്തായാലും KSUക്കാർ അതിന് തയ്യാറല്ല. ഇവർ 2 ദിവസമായി കിണഞ്ഞു പരിശ്രമിച്ചു. ഈ പറഞ്ഞ ഇന്നലെ മുതൽ ഈ സമയം വരെ തലങ്ങും വിലങ്ങും തപ്പി നിങ്ങളായ മാധ്യമപ്രവർത്തകരോടെല്ലാം ആ സമയത്തുണ്ടായിരുന്നവരോടെല്ലാം ചോദിച്ചിട്ടുണ്ടാവും ഉള്ള ദൃശ്യങ്ങളെല്ലാം. എവിടെയും അരിച്ചു പിറക്കിയിട്ടും കിട്ടിയില്ല. അവസാനം കിട്ടിയെന്താ? MV ജയരാജൻ, സാക്ഷാൽ കണ്ണൂരിലെ പ്രധാന നേതാവും CPMനെ സംബന്ധിച്ച് CPMന്റെ ക്യാപ്സ്യൂൾ മുതലാളിയും ക്യാപ്സ്യൂൾ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ചുമതല വഹിക്കുന്ന സാക്ഷാൽ MV ജയരാജൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു, കറുത്ത
തുണി കരിങ്കൊടി ഉപയോഗിച്ച് മന്ത്രിയുടെ വലത് കഴുത്തിൽ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇതാ എന്ന് പറഞ്ഞ് പുറത്തുവിട്ടു.